കൂട്ടുകാർ. ഭരതൻ നിർമ്മിച്ച കൂട്ടുകാർ എന്ന ചലച്ചിത്രം 1966 ജൂൺ 30-നാണ് റിലീസ് ചെയ്തത്. വി ശാന്താറാം സംവിധാനം ചെയ്ത ഒരു പ്രശസ്ത ഹിന്ദി ചിത്രമായിരുന്നു പഹോഡി. മറാഠിയിൽ ഷേജാരി എന്ന പേരിലും ഈ സിനിമ വന്നു. ഇതിൻ്റെ മലയാളം പതിപ്പാണ് കൂട്ടുകാർ. ഹിന്ദു മുസ്ലിം മൈത്രി ഉദ്ഘോഷിക്കുന്നതാണ് ഇതിലെ പ്രമേയം. ഗാനരചന വയലാർ, സംഗീതം MS ബാബുരാജ്, ഗായകർ യേശുദാസ്, S ജാനകി, P ലീല, രേണുക. മലയാളത്തിൽ ഇതിൻ്റെ തിരക്കഥ J ശശികുമാറിൻ്റേതായിരുന്നു. സംഭാഷണം PJ ആൻ്റണിയുടേതും. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: തിക്കുറിശ്ശി രാമൻ നായർ, സത്യൻ, ഗോപി, പ്രേംനസീർ, റഹീം, അംബിക, ഖദീജ, ഷീല, രാധ, കൊട്ടാരക്കര മമ്മൂട്ടി, ആറന്മുള പൊന്നമ്മ, കുഞ്ഞമ്മ, മണവാളൻ ജോസഫ്, ഹാജിയാർ, SP പിള്ള, വൈദ്യർ, അടൂർ ബാസി, പോക്കർ. സംവിധാനം J ശശികുമാർ. ഇതിലെ കഥ: ഇണപിരിയാത്ത സുഹൃത്തുക്കൾ, അയൽവാസികൾ. രാമൻ നായരും മമ്മൂട്ടിയും. കൽക്കരി ഖനിയിലാണ് മമ്മൂട്ടിക്ക് ജോലി. മമ്മൂട്ടിയുടെ ഒരു കാൽ നഷ്ടപ്പെട്ടു. ദിവസം മുഴുവനും ഇവർ ആഘോഷിച്ചിരുന്നത് കുട്ടം വൈദ്യരുടെ വൈദ്യശാലയിൽ ചതുരംഗം കളിച്ചാണ്. മമ്മൂട്ടിയുടെ ഭാര്യ വളരെ നേരത്തെ തന്നെ മരിച്ചു പോയിരുന്നു. കുഞ്ഞുനാളിലെ തന്നെ ഉമ്മ മരിച്ച അയാളുടെ മക്കളായ റഹീമിനെയും ഖദീജയെയും ഒരു കുറവും അറിയിക്കാതെ വളർത്തിക്കൊണ്ടുവന്നത് രാമൻ നായരുടെ ഭാര്യ കുഞ്ഞമ്മയാണ്. മമ്മൂട്ടിക്ക് സ്വന്തം മകനേക്കാൾ പ്രിയം രാമൻ നായരുടെ മകനായ ഗോപിയോടാണ്. വൈദ്യർക്ക് ഒരു മകളുണ്ട്, രാധ. രാധയും ഗോപിയും ഇഷ്ടത്തിലുമാണ്. ഗോപി അധ്വാനശീലനാണ്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി പറഞ്ഞതനുസരിച്ച് അവൻ പഠനം കഴിഞ്ഞ് കൽക്കരി ഖനിയിൽ ജോലി നോക്കി. എന്നാൽ മമ്മൂട്ടിയുടെ മകനായ റഹീമിന് ഖനി ഒരു പേടി സ്വപ്നമാണ്. ബാപ്പയുടെ കാൽ അപഹരിച്ചതല്ലേ ഖനി. ഹാജിയാർക്ക് 60 വയസ്സുണ്ട്. അയാൾക്ക് ആഗ്രഹം ഖദീജയെ കെട്ടാനാണ്. ഒരു ദിവസം മറ്റാരുമില്ലാത്തപ്പോൾ ഖദീജയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു ഹാജിയാർ. തക്ക സമയത്ത് ഗോപി അവിടെ എത്തി. അയാൾ ഭയന്നോടി. പക്ഷേ തേങ്ങയിടുവാൻ താൻ ചെന്നപ്പോൾ ഗോപിയും ഖദീജയും അവിഹിത ബന്ധം പുലർത്തുകയാണ് ഉണ്ടായത്. അത് താൻ കണ്ടെന്നും ഹാജിയാർ റഹീമിനോട് പറഞ്ഞു. അത് വിശ്വസിച്ച റഹീം ഖദീജയെ കഠിനമായി മർദ്ദിക്കുക മാത്രമല്ല, അതിന് തടസ്സം നിന്ന ഗോപിയെ ആട്ടി പുറത്താക്കുകയും ചെയ്തു. ഗോപിക്ക് വന്ന വിവാഹാലോചനകൾ ഈ അപവാദം കേട്ട് മുടങ്ങി. ഇത് വെറുതെ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളാണെന്ന് പറയാൻ മമ്മൂട്ടി എത്തിയെങ്കിലും രാമൻ നായർ അയാളെ ആക്ഷേപിച്ചു വിട്ടു. തെറ്റിദ്ധാരണകൾ പടർന്നു. ഉറ്റ ചങ്ങാതിമാർ കൊടും ശത്രുക്കളെ പോലെയായി. രാധയുടെ മനസ്സും ഈ അപവാദത്താൽ കലുഷിതമായി. നിരാശയോടെ ഗോപി ജോലിസ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. ഈ സമയം ഹാജിയാർ വിവാഹാലോചനയുമായി മമ്മൂട്ടിയുടെ അടുത്തെത്തി. മമ്മൂട്ടി അയാളെ ആട്ടി ഓടിച്ചു. വീട് കഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടായപ്പോൾ നിവൃത്തിയില്ലാതെ റഹീം ഖനിയിൽ ജോലിക്ക് ചെന്നു. അവന് ഗോപിയുടെ കീഴിലാണ് തൊഴിൽ ലഭിച്ചത്. ഗോപി അവനോട് പെരുമാറിയത് തികച്ചും ദയാരഹിതമായിട്ടായിരുന്നു. ഗോപിയോട് പ്രതികാരം ചെയ്യണം. അവൻ ഒരു കത്തി സംഘടിപ്പിച്ച് ഗോപിയുടെ മുറിയിലേക്ക് നടന്നു. വാതിക്കലെത്തിയപ്പോൾ മുറിക്കകത്ത് ഗോപിയുടെ സംസാരം നടക്കുന്നു. അത് കേൾക്കാനിടയായി അവൻ ശ്രദ്ധിച്ചു. തൻ്റെ ഉദ്യോഗക്കയറ്റത്തിന് ഗോപി ശുപാർശ ചെയ്യുന്നു. മാത്രവുമല്ല, ഗോപി ദയാരഹിതമായി പെരുമാറുന്നത് അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണെന്നും മനസ്സിലാക്കുന്നു. പശ്ചാത്താപ വിവശനായി റഹീം. വീണ്ടും അവർ ചങ്ങാതിമാരായി. റഹീം ലീവ് കിട്ടി നാട്ടിലെത്തി. ഖദീജയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. തൻ്റെ വാപ്പയെയും രാമൻ നായരെയും ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലായി അവൻ. പക്ഷേ അതിനിടെ ഖനിയിൽ അപകടം നടന്നതിനാൽ അടിയന്തരമായി തിരിച്ചു പോകേണ്ടി വന്നു അവന്. ഖനി ഇടിഞ്ഞു വീണ് ഗോപിക്ക് പരിക്കേറ്റിരുന്നു. ഗോപിയെ രക്ഷപ്പെടുത്തിയെങ്കിലും അവൻ ആശുപത്രിയിലായി. ഖദീജയുടെ വിവാഹ വാർത്ത അറിഞ്ഞ് ഗോപി തൻ്റെ വയ്യായിക അവഗണിച്ച് റഹീമിനോടൊപ്പം നാട്ടിലേക്ക് പോന്നു. വിവാഹം നടത്തിക്കില്ലെന്ന് ഹാജിയാർ തീർച്ചപ്പെടുത്തി. അതിനായി പഠിച്ച പണി 18 അയാൾ നോക്കി. പരാജയപ്പെട്ടു ഹാജിയാർ. അവസാന കൈ എന്നോളം മമ്മൂട്ടിയുടെ പുരയ്ക്ക് തീ വച്ചു ഹാജിയാർ. അതും കഴിഞ്ഞ് തിരിച്ചു പോകും വഴി ഹാജിയാരെ പാമ്പ് കടിച്ചു. തീയിലകപ്പെട്ട മമ്മൂട്ടി രക്ഷയ്ക്കായി കരഞ്ഞു വിളിച്ചു. അത് കേട്ട് രക്ഷിക്കാൻ രാമൻ നായർ ഓടിയെത്തി. വീട് ആളിക്കത്തുകയാണ്. രാമൻ നായർ അകത്ത് കിടന്നു. മമ്മൂട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും വീട് തകർന്നു വീണു. ഖദീജയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വീട്ടിലെത്തിയ റഹീമും ഗോപിയും കണ്ടത് കത്തിക്കരിയുന്ന ആ വീട്ടിൽ രാമൻ നായരും മമ്മൂട്ടിയും മരിച്ചു കിടക്കുന്ന ദയനീയമായ കാഴ്ചയാണ്. മരണത്തിലും ഇണ പിരിയാതവർ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. കൂട്ടുകാരുടെ അന്ത്യയാത്ര ആ ഗ്രാമവീഥിയിലൂടെ ആളുകളുടെ ദുഃഖസാന്ദ്രമാക്കിക്കൊണ്ട് കടന്നുപോയി. ഒരാൾ ശ്മശാനത്തിലേക്ക്, മറ്റൊരാൾ ശവപ്പറമ്പിലേക്ക്.